ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യസുദേപ്പുനയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു വിൻറ്റേജ് കാറിൻ്റെ കളക്ഷനുമായിട്ട്. അതുകൊണ്ട് ഈ വണ്ടിയൊക്കെ കണ്ടോ, എന്നിട്ട് ഫുള്ള് ഇഞ്ചിൻ്റെ ടോപ്പും കാര്യങ്ങളെല്ലാം ഫുള്ള് ഇവർ പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിൽ കണ്ട അടിപൊളി മീൻസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടികളിൽ ഒന്നാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഞാൻ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റിനും ആൾക്കാരൊക്കെ നിന്ന് ഇതിൻ്റെ ഓണറിനോട് ഭയങ്കരമായിട്ട് പുള്ളിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. മീൻസ് ഈ വണ്ടി ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തത്. ആക്ച്വലി ഈ വണ്ടിയുടെ മോഡൽ നമ്പർ മോഡൽ ഏതാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്നവർ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാത്തുണ്ട്. പക്ഷേ ഞാൻ ഈ വണ്ടി കണ്ടു, ചില വണ്ടിയുടെയൊക്കെ ഫ്രണ്ടിൽ ഇവർ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചേപ്പുണ്ട്, അതിൻ്റെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ചില വണ്ടികളുടെ മുന്നിലൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ആദ്യമായി ഇവിടെ വന്ന് കണ്ട വിൻറ്റേജ് വണ്ടി. എനിക്ക് ഈ വിൻറ്റേജ് വണ്ടികളോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. മീൻസ് എനിക്ക് നാട്ടിലൊരു കോണ്ടസ കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രവാസിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ആ വണ്ടി എനിക്ക് വിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് ഈ വിൻറ്റേജ് വണ്ടികളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഇത് അടുത്ത ഒരു വണ്ടിയാണ്. ഇവിടെ ഇതുപോലെ ഏകദേശം ഒരു 50-50ഓളം വണ്ടികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് അതിൻ്റെ അടുത്ത വേറെ മോഡൽ കണ്ട, അത് അവർ വന്നിട്ട് പോവുക. അത് വേറൊരു വിൻറ്റേജ് വണ്ടിയാണ്, അത് വന്നിട്ട് പോവുക. ഇതിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടുന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം വണ്ടി ഇട്ടതിന് ശേഷം അവർ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് സത്യം പറഞ്ഞ് വണ്ടിയെല്ലാം കൂടെ കണ്ടിട്ട് എൻ്റെ പൊന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 1991 മോഡൽ മസ്ദയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ അവർ ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെച്ചേപ്പുണ്ട്. അപ്പോൾ എനിക്കത് വായിക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് ആദ്യമേ ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സാണ്. പക്ഷേ ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കോൺഗ്രസ്സുടെ ലുക്ക്. അതിൻ്റെ ഇഞ്ചൻ ഭാഗമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഒരു പൊടിയാട്ടെ കാര്യങ്ങളാട്ടെ ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ. കണ്ടോ, ചില സാധനങ്ങളൊക്കെ അവർ ഫുള്ള് പ്ലേറ്റ് ചെയ്ത്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഫുള്ള് അവർ താത്തിട്ടേക്കും. നമുക്ക് അതുകൊണ്ട് ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ സീറ്റൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ആ ഗിയറിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടില്ലേ, നോബൊക്കെ കണ്ടില്ലേ, എന്ത് സെറ്റപ്പായിട്ടാണ് അതിൻ്റെ ഗിയർ നോബൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മോഡൽ വണ്ടി. ഇത് പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. ഒരു പൊടി പോലും ഈ വണ്ടിയിലെങ്ങും പറയാനില്ല, അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഈ വണ്ടി ഇവിടെ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം സത്യമാണ് എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ വണ്ടികളിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നാട്ടിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നാട്ടിലെ കോണ്ടസാണ്, പക്ഷേ അതിൻ്റെ എൻജിൻ പഴയതായതുകൊണ്ട് അത് പാടായിരിക്കും അത് മെയിൻറ്റെയിൻ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. ഈ വണ്ടി 1947 മോഡൽ ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. 1947 മോഡലാണ്, ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ്. ഞാൻ ഇവിടെ കണ്ടതിൽ കൂടുതലും ഈ ഷെവർലെറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഈ ഷെവർലെറ്റ് ഉണ്ട്, വോക്സ് വാഗൺ ഉണ്ട്, പിന്നെ മസ്ദയുടെ ഞാൻ ആ ഒരു കണ്ട വണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടുത്തെ വണ്ടികൾ എന്നൊക്കെ നമ്മുടെ ബോഡി പഴയതാണെങ്കിലും ഇതിൻ്റെ ഇഞ്ചനൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും സമ്മതിക്കത്തില്ലല്ലോ, അപ്പോഴേ വെഹിക്കിൾ പിടിച്ച് നമ്മളെ പൂട്ടിയിടും. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പഴയ വണ്ടിയുടെ ബോഡിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവർ ഇഞ്ചൻ മുഴുവൻ സെറ്റ് ചെയ്ത് ന്യൂ സെറ്റപ്പ് ആക്കി തരാം. അതായത് ഇപ്പോഴത്തെ ന്യൂജൻ വണ്ടി പറക്കുന്ന കൂട്ട് നമുക്ക് ഈ വണ്ടിയും പറപ്പിക്കാൻ പറ്റും. അതൊരു അടിപൊളി ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അവർ സമ്മതിക്കത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചൻ മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കൊലപാതകം ചെയ്ത കൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും നടക്കത്തില്ല. പക്ഷേ ഈ സംഭവമൊക്കെ കണ്ടില്ലേ, ഇത് ഞാൻ അവസാനം നിങ്ങളെ കാണിക്കാം. ഫുള്ള് പോലീസുകാരും കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഇവിടെ വന്ന് ഈ ഒരു പരിപാടിക്ക്. ഇത് എല്ലാ തിങ്കളാഴ്ചയും സ്കോക്കിൽ നടക്കുന്നൊരു പരിപാടിയാണ്. അതിന് ജസ്റ്റ് ഇത്ര ആൾക്കാരൊക്കെ വരുന്നില്ല, അപ്പോൾ അതിന് ജസ്റ്റ് സെക്യൂരിറ്റി സെറ്റപ്പായിട്ട് ഇഷ്ടം പോലെ പോലീസും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടാണ് ഇതിനുള്ളത്. നമ്മുടെ നാട്ടിൽ വേണ്ട ഇതൊക്കെയാണ്. ചുമ്മാ രണ്ട് ടയർ കയറ്റിയിട്ടെന്നും പറഞ്ഞോ, 2 ലൈറ്റ് വെച്ചെന്നും പറഞ്ഞോ, നമ്മുടെയൊക്കെ വണ്ടിക്കൊക്കെ എന്ത് സംഭവിക്കാനാണ്? എന്താ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ നിയമങ്ങളെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവിടെ കണ്ടില്ല, ഇവിടെ ഗവൺമെൻറ് സപ്പോർട്ടാണ്. നിങ്ങൾ എന്ത് വെച്ചാൽ കാണിച്ചു, ഒരു കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടാണ്. ഇവിടെ എന്ത് കാണിക്കാം, എത്ര ടയർ വേണമെങ്കിലും തള്ളി വെളിയിടാം, എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടി കാണിക്കാം. ഇനി മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വണ്ടികൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ മോഡൽ വണ്ടി ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ മീൻസ് നമ്മുടെ കുറച്ച് താല്പര്യങ്ങൾ. ഇപ്പോൾ എനിക്കതിന് ശരി നാട്ടിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറേ വീലൊക്കെ മേടിച്ച് അലവ് വീലൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണമെന്നും 2 ലൈറ്റൊക്കെ വെക്കണമെന്നും ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല എന്നൊരു വിഷമം. എന്താണോ എന്തോ. എന്നാൽ നമ്മളിപ്പോൾ ഒരു വയനാട്ടിലെ ഒരു വിഷയം ഉണ്ടായപ്പം ഇതും ഷെവർലെറ്റാണ് കേട്ടോ.
1957 മോഡൽ ഷെവർലെറ്റാണ്. 1957 മോഡൽ ഷെവർലെറ്റ്. അതിന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സൂപ്പറായിട്ടാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. ഒന്നും പറയല്ല, ഇപ്പോഴും നല്ല ലക്ഷറീസ് ആയിട്ട് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഈ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കണ്ടാണ് താറിൻ്റെ വേട്ടയ്ക്ക് ഇറങ്ങി ഏകദേശം 56 ലക്ഷം രൂപ പെനാൽറ്റി അടിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് വിത്തിൻ ഡേയ്സോ വിത്തിൻ മന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ വയനാട്ടിലെ ദുരന്തം അല്ലേ. ഏറ്റവും അവസാനം ആരെയാണോ പെറ്റി അടിച്ച് അപമാനിച്ചത് അവരെ, അങ്ങനെയുള്ള ആൾക്കാരെ, ഓഫ് റോഡ് വണ്ടികളെ നമുക്ക് ആ വയനാട്ടിലേക്ക് നമ്മുടെ ജനങ്ങളുടെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വിളിക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിൽ വേണ്ടതല്ലേ, അതല്ലേ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ആ ഒരു നിയമങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കൂടുതൽ നാടിനെ പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളെ പറ്റി നമുക്ക് കാണാം. ഇത് അടുത്തൊരു റെഡ് കളർ വണ്ടിയാണ്. ഇതിൻ്റെ മോഡൽ നമ്പരും കാര്യങ്ങളും ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അല്ല, ഇതിൻ്റെ ഫ്രണ്ടിലൊന്നുമില്ല. ഇതിൻ്റെ മിസ്സിങ് വൈഫ് ആൻഡ് ഡോഗ് റിവാർഡ് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചത്, എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ വൈഫിനെയും പോട്ടെ, നമുക്ക് അതിനകത്ത് നടക്കണ്ട. അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ ഏകദേശമൊക്കെ നല്ല സെറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ കാണുന്ന ഇഷ്ടം പോലെ വണ്ടികൾ, ഒന്നും രണ്ടും ഒന്നും അല്ല. ഞാനതാ പറഞ്ഞത്, നമുക്ക് ഒരു വണ്ടിയുടെ അടുത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പോകാനുള്ളൊരു സമയം നമുക്ക് കിട്ടുന്നില്ല. അത്രയ്ക്ക് അടിപൊളി. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആ പഴയ വണ്ടിയുടെ യാതൊരു കാര്യങ്ങളും ഒന്നും ഇതിലൊന്നും കാണുന്നില്ല. ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ടുള്ള പൊളിയാണ്. ആ കിടക്കുന്ന ബ്ലൂ വണ്ടിയൊക്കെ കണ്ടില്ല, സൂപ്പറല്ലേ, ഒന്നും പറയാനില്ല. ഇത് പിന്നെ ബെൻസിൻ്റെ ഒരു മോഡലാണ്, പക്ഷേ ഇത് നമ്മുടെ വിൻറ്റേജ് അല്ല കേട്ടോ. എനിക്കൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ അവർ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അതിൻ്റെ നോക്കി ഇത് എന്തോ അപ്പോൾ ദൈവമേ, നമുക്ക് ഒരാൾക്ക് കയറി കടക്കാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. അതുപോലെ നീളം ഇതിൻ്റെ ഫ്രണ്ട്, എൻ്റെ പോനോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അടിപൊളി. അദ്ദേഹം നോക്കി എന്തോ അപ്പാ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ന്യൂജനാണ് കേട്ടോ. ഇത് നമ്മുടെ വിൻറ്റേജ് ഒന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക് അവർ ജസ്റ്റ് കൊണ്ടുവന്നിട്ടേക്കുന്നതേ ഉള്ളൂ. 2 സീറ്റാന്ന് തോന്നുന്നു. അതെ, 2 സീറ്റാണ്. ഇത് ബെൻസ് AMG മോഡലാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പക്ഷേ ആ മോഡൽ അത് തന്നെയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാളും പ്രഗത്ഭരായ പല വാഹനപ്രേമികളും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെന്നറിയാം. അപ്പോൾ അവർക്കൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് ഫുള്ള് വുഡാണ് കേട്ടോ. അത് ഇരിക്കുന്നത് എനിക്കൊന്ന് ബാക്കിലെ കണ്ണാടിയാണ്, ബാക്ക് മിററാണ് ഇരിക്കുന്നത്, ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ബാക്കിയുള്ള ഫിനിഷിംഗ് എന്നൊക്കെ പറയുന്നത് ഫുള്ള് വുഡാണ്. ഇത് അതിൻ്റെ ഡിക്കിയാണ്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ സീറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നമ്മുടെ അടുത്തൊരു മോഡലാണ്. ഇതിൻ്റെ മോഡൽ ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെച്ചപ്പോൾ ഇത് 1967 മോഡൽ ഷെവർലെറ്റ് ആണോ, ഷെവി ഇട്ട് വെച്ചേക്കുന്നു ഷോർട്ട് ഫോമിന്. ഷെവർലെറ്റിൻ്റെ ഷോർട്ട് ഫോം ആണോ അതോ ഷെവി എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ അതെനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്, സംഭവം കൊള്ളാം. ഇതും നല്ല രസവും ഒക്കെയുണ്ട്. ഇതുപോലെ ഇഷ്ടം പോലെ വണ്ടികളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കാണാനായിട്ട് ഒത്തിരി പേരുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പം ഇതൊക്കെ കാണുമ്പം ഇതിന് വലിയ വിലയില്ല, കാര്യങ്ങളില്ല, 57 മോഡലല്ലേ 41 മോഡലല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല, നല്ല വിലയൊക്കെയാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് നമ്മുടെ ഇഞ്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഇത് 1961 മോഡൽ വോക്സ് വാഗൻ്റെ ഒരു വണ്ടിയാണ്. അതിൻ്റെ ഇഞ്ച് വരേണ്ട സ്ഥാനത്ത് അവർ ലഗേജ് എല്ലാം വെച്ചേക്കുന്നു. അപ്പം നമുക്ക് ലഗേജ് വരേണ്ട സ്ഥാനത്ത് എന്താ നോക്കുന്നുണ്ട്, ഇവിടുന്ന് ബാക്കിലോട്ട് ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ബാക്കിലോട്ട് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇഞ്ചൻ അല്ലേ. ലഗേജ് വെക്കേണ്ട അടുത്ത് ഇഞ്ചൻ വെക്കേണ്ട അടുത്ത് ലഗേജുമാണ് ഈ വണ്ടിക്ക് കാണുന്നത്. വോക്സ് വാഗൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇത് നമ്മുടെ പഴയ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോലും നമുക്കൊരു അവസരമില്ല. അത്രയ്ക്ക് മനോഹരമായുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ ഈ വണ്ടിയൊക്കെ, നോക്കി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതും ഇൻറ്റീരിയർ നല്ല ഇൻറ്റീരിയറിൻ്റെ ആ സീറ്റിൻ്റെയൊക്കെ ഫിനിഷിങ് അപാരമായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ കണ്ടോ, അതിൻ്റെ ഗിയർ നോബൊക്കെ കണ്ടോ, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. സത്യം കണ്ടപ്പം ഒരെണ്ണമൊക്കെ എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ കേട്ടിയപ്പോൾ ഞാൻ ഞെട്ടി. 61 മോഡൽ 71 മോഡലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ചോദിക്കുന്നത് 47,000 $57,000 US പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏകദേശമൊക്കെ ഒരു 47 മുതൽ 67 ലക്ഷം, പിന്നെ അങ്ങനെ അങ്ങ് കയറും. ആ ഒരു റേഞ്ചിലാണ് ഇവിടുത്തെ ഈ വണ്ടികളുടെ എല്ലാം വില. ഇവിടെ വിൻറ്റേജ് വണ്ടികൾക്കൊന്നും ഒരു രക്ഷയില്ല.
നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത അത്തരം റേറ്റാണ് ഇവിടെ വിൻറ്റേജ് വണ്ടികൾക്കുള്ളത്. ഇതും വേണ്ട 1948 മോഡൽ ഒരു വണ്ടിയാണ്. ഇതും നമ്മുടെ നാട്ടിലൊരു ആമക്കാർ സെറ്റപ്പില്ല, 2 സൈഡ് ഇതുപോലെ വണ്ടിയൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇന്ത്യയിൽ കണ്ടു. ഇത് ഫുള്ള് സ്റ്റിയറിംഗ് സൈഡും വുഡാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇത് ടച്ച് ചെയ്യാൻ അവർ ബോർഡ് വെച്ചേക്കുന്നുണ്ട്, ഡോൺ ടച്ച് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇത് കണ്ടിട്ട് ഇതെല്ലാം നല്ല വുഡ് ഫിനിഷിങ്ങും കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ കുറേ മീറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടില്ലേ, ആ കാലഘട്ടത്തിൽ പോലും നോക്കി എന്ത് ലക്ഷറീസ് ആയിട്ടാണ് ഇവിടെ വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നോക്കി, നമുക്ക് ഗ്ലാസ് വെക്കാനും എല്ലാം ഉള്ള സെറ്റപ്പും കാര്യങ്ങളും, അത് ചായ കുടിക്കാനും കപ്പ് ഹോൾഡറായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അന്തക്കാലത്തെ ഈ വണ്ടികളിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇറങ്ങുന്ന ലക്ഷറീസ് വണ്ടികളിലാണ് ഈ ഫെസിലിറ്റികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം ഇപ്പം ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ അന്തക്കാലത്ത് തൊട്ടേ ഈ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ട് ഇത് ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല പരിചയമുണ്ടോ? 1984 മോഡൽ വണ്ടിയാണ് ഇത്. നമ്മൾ ജെയിംസ് ബോണ്ട് പടത്തിൽ കണ്ട വണ്ടിയാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വണ്ടിയുടെ അകം നിങ്ങൾ നോക്കി, ഇതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ടോ, ഇതിൻ്റെ മീറ്റർ സെറ്റപ്പ് ഉണ്ടോ, ഇനി ഇത് ആ സിനിമയിലെ വണ്ടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. നോക്കി, ഇത് നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നോക്കി, ഇതിൻ്റെ അകം നിങ്ങൾ നോക്കിയേ, കണ്ടോ സെറ്റപ്പ് നോക്കിയേ, ഫുള്ള്. എനിക്കറിയത്തില്ല ഇത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സംഭവം. അതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നോക്കി കറക്റ്റ് നമ്മൾ ആ ജെയിംസ് ബോണ്ട് സിനിമയിൽ കണ്ട അതേ മോഡൽ സാധനം. ഇനി ഇത് ആ വണ്ടി ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടി എന്നെ അത്ഭുതപ്പെടുത്തി. ഇത് നോക്കി, ഇതിൻ്റെ അകമല്ല, അത് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ നടക്കുന്നു. പക്ഷേ എനിക്ക് അപ്പുറത്ത് ഭയങ്കര മ്യൂസിക് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് കേൾപ്പിക്കാൻ എനിക്ക് പറ്റുന്നത്. ചിലപ്പോൾ കോപ്പിറൈറ്റ് വല്ലതും വീണാലോ, അതുകൊണ്ടാണ് എനിക്കത് കേൾപ്പിക്കാൻ പറ്റാത്തത്. അപ്പുറത്ത് ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന വെറൈറ്റികളുടെ വണ്ടികൾ സത്യം പറഞ്ഞാൽ കണ്ട് എനിക്ക് തല കറങ്ങി കേട്ടോ. അമ്മാതിരി കളക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ വണ്ടികളുടെ, അതായത് വിൻറ്റേജ് കാറുകളുടെ ഒരു വൻ കളക്ഷനാണ് നിങ്ങൾ കണ്ടോട്ടെ. നിങ്ങൾ ഇതൊക്കെ കണ്ടില്ല, ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ കാണിച്ച് വെച്ച് കണ്ടില്ലേ, ഫുള്ള് ക്രോമൊക്കെ ചെയ്തിട്ട് 1970 മോഡൽ വണ്ടി, 1970 മോഡൽ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ നല്ല തിരക്കാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിലും ബെറ്റർ ആയിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ ആ മ്യൂസിക്കിൻ്റെ ഒക്കെ വലിയ പ്രശ്നം നടക്കുന്നതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. നിങ്ങൾ സത്യം നമ്മളോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ പിൻബലമാണ് നമ്മുടെ ബലം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ചില വീഡിയോകൾ മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. ഇത് അടുത്തൊരു ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ്. ഇതൊക്കെ ന്യൂജൻ വണ്ടിയാണ് കേട്ടോ. അതും പക്ഷേ ഈ ന്യൂജൻ വണ്ടികൾ ഇവർ ഇഞ്ചിനകത്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് അതൊക്കെയാണ് ഒരു ഇത് ഇല്ലേ. നമ്മൾ വണ്ടിയുടെ ബോഡിയൊക്കെ ബമ്പർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ക്രോമും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇഞ്ചിനൊക്കെ ക്രോം ചെയ്തൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതുപോലെ കളക്ഷനാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ മാത്രമൊന്നും അല്ല വിൻറ്റേജ് ഭ്രാന്തന്മാരുള്ളത് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാൾ വൻ ഭ്രാന്തന്മാരാണ് ഇവിടെ ഉള്ളത്. ഭ്രാന്തന്മാരെന്ന് വെച്ചാൽ ഞാൻ കളിയാക്കില്ല കേട്ടോ. അത്രയ്ക്ക് വിൻറ്റേജ് വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് അടിപൊളി അടുത്തൊരു വണ്ടി. നോക്കി ഇതിൻ്റെ ആകമൊക്കെ, വാവ്, നോക്കി എന്ത് സെറ്റപ്പാണ്. അതിൻ്റെ ഗിയറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലാണ് പണ്ടത്തെ സ്റ്റൈല് ഗിയറൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനമൊക്കെ ഇങ്ങനെ കിടക്കുന്ന വിട്ടിട്ട് നമ്മുടെ നാട്ടിലെ പഴയ വണ്ടികൾ വലിക്കുന്നോട്ട് വലുതാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ജെറ്റാണ്, ജെറ്റ് സ്പീഡാണ് ഈ സാധനത്തിന്. ഇവർ വെച്ച് പറത്തുന്ന കണ്ടാലുണ്ടല്ലോ നമ്മൾ ഞെട്ടും. അമ്മാതിരി സ്പീഡാണ് ഈ സാധനത്തിന്. ഞാൻ പറഞ്ഞു, ഇവർ ഈ എഞ്ചിൻ ഫുള്ള് സെറ്റ് ചെയ്ത് പവർ ചെയ്ത് ന്യൂ മോഡൽ ന്യൂ ജനറേഷൻ ആക്കി ഇട്ടേക്കും ഈ വണ്ടിയെല്ലാം. ഇത് 1960 മോഡൽ ഷെവി ഇട്ടേക്കുന്നത്. ഷെവി ഒരു ബ്രാൻഡാണോ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ, അതോ ഇനി ഷെവർലെറ്റിൻ്റെ ഷോർട്ട് ഫോം ആണോ എന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു ഷെവർലെറ്റിൻ്റെ ഷോർട്ട് ഫോം ആണ്. അതല്ല എന്തെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ എന്നെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. അടുത്തൊരു ആമക്കാർ സ്റ്റൈൽ ഇതൊക്കെ പിന്നെ നമ്മൾ നാട്ടിൽ ഇടയ്ക്കൊക്കെ കാണുന്നതാണ് ഈ മോഡലെ. കാരണം ഇപ്പുറത്ത് വേറൊരെണ്ണം കിടപ്പുണ്ട്. വാ, കണ്ടില്ലേ, ഇതിന് എൻജിൻ കവറൊന്നും ഇല്ലേ, അതോ ഒരു ഊരി വെച്ചേക്കുവാണോ? അതാണ്ടേ നോക്കി, ഫുള്ള് പ്ലേറ്റഡാണ് കണ്ടോ.
വണ്ടിയുടെ ബോഡി മാത്രമല്ല, ഇൻറ്റീരിയർ മാത്രമല്ല, അകവും സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ അകത്ത് എനിക്കൊന്ന് ഇത് ഒറ്റ സീറ്റ് ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. സംഭവം ഇത് കുഞ്ഞതാണ് കേട്ടോ, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഇത് അടുത്തത് സാധനം നോക്കി, ഡാഗൊക്കെ കണ്ടില്ല, ഇതെന്തോ ഇത്ര മീറ്റർ, അവിടെ ഇവിടെയൊക്കെ കുറേ മീറ്റർ ഇരിക്കുന്ന ക്ലോക്കാണോ, അപ്പോൾ ആണെന്ന് തോന്നും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ വണ്ടിക്കകത്തും ഉണ്ട്. ഇത് എന്തായാലും അടിപൊളി ഒരു കാഴ്ചയല്ലേ നിങ്ങളീ കാണുന്നത്, ഒന്നും അല്ലേ. ഇത് രണ്ട് അപ്പുറത്തൊരു സാധനം കിടക്കുന്നുണ്ടോ, ആ വണ്ടിയുടെ സൈലൻസർ കണ്ടോ, നോക്കി. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വണ്ടിക്ക് സൈലൻസർ ഇറങ്ങും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നമ്മുടെ ബുഗാട്ടിയുടെയൊക്കെ ഒരു ഷേപ്പ് പോലെ ഈ സാധനം ഉണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ ഇതേമേ ഇത് ഇറങ്ങുമ്പോൾ കാലിലാണ് കൊണ്ടുകഴിഞ്ഞുള്ള അവസ്ഥ എന്തുവാ. നോക്കി ഇതിൻ്റെ അകമൊക്കെ എന്ത് സെറ്റപ്പാണ്. വാവ്, അങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തയാണോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. അത് ഈ വണ്ടിക്ക് ഇങ്ങനെയാണോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ നമുക്കത് കമൻറ്റ് ചെയ്തൊന്ന് പറഞ്ഞേക്കുക. ഇതാണ്ട് ഇത് വേറൊരു മോഡൽ, അത് ഇച്ചിരി പെയിൻറ്റ് ഇച്ചിരിയൊക്കെ പ്രശ്നമുണ്ട്. അടുത്തത് ഇഞ്ച സഹിതം വെളിയിൽ നോക്കി. സത്യം പറഞ്ഞാൽ ഇത് നാട്ടിലുള്ള സമയത്ത് ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തൊക്കെ ഞാൻ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ള കേട്ടോ. ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പറ്റൂ ഒന്ന് ആലോചിച്ച്. പക്ഷേ ഇതിൻ്റെ അകം അത്ര ഇതൊന്നുമല്ല. ആ പോക്കണ്ട അകമൊക്കെ എന്തോ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ സംഭവമുണ്ട്. എന്തായാലും സംഭവങ്ങൾ അതുകൊണ്ട് അടുത്ത ഒരു ഐറ്റം റെഡ് നല്ല കുഞ്ഞി സുന്ദരി എന്ന് നോക്കുകയാണെങ്കിൽ പറയാം, അടിപൊളി ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം, ഇത് ഏത് മോഡലാണെന്നുള്ളത്. ഇത് 1990 ആണോ അതോ 1977 ആണോ? 1977 തോന്നുന്നു. 1977 മോഡൽ വോക്സ് വാഗണാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടില്ലേ, വാവ്. അതിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ, ഏകദേശമൊക്കെ നല്ല സെറ്റായിട്ടും നീറ്റായിട്ടും ക്ലീനായിട്ടും വെച്ചേപ്പോണ്ട്. ഇതാണ്ട് ഇവിടെ അടുത്തൊരു സാധനമാണ് ഈ കാണുന്നത്. നോക്കി, ആ ക്രോമൊക്കെ ചെയ്തിട്ട് എന്നാ ലുക്കോ. എൻ്റെ പോലും ഇതിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് എന്നാ ലുക്ക്. നോക്കി എൻ്റെ റേഡിയേറ്ററൊക്കെ നോക്കി, എന്ത് സെറ്റപ്പായിട്ടാണ് ഇവർ. ഇയോടി ഇതിനകത്തൊന്നും കാണാനില്ല കേട്ടോ. നോക്കി, ഇവിടെ ഒരു ഫിൽറ്ററുണ്ട്, അപ്പുറത്തെ സൈഡിലൊരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ക്രോമൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട്. നോക്കി, ഇതൊരു ഇഞ്ചിൻ്റെ അകമാണെന്ന് കണ്ടാൽ പറയും. അത് 1956 മോഡൽ ഷെവി ഇട്ടേക്കുന്നു. 1956 മോഡലാണ്. എൻ്റെ ഗിയറെ ഞാൻ നോക്കുവാണ്, എൻ്റെ ഗിയറെ എംബ്ലം വല്ലോ ഉണ്ടോയെന്ന്. ഷെവർലെറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഷെവർലെറ്റ് എന്നുള്ളത് അതേ കാണുമല്ലോ, പക്ഷേ അതിലൊന്നും കാണുന്നില്ല. എന്തായാലും ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഡ്യുവർ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബ്ലൂ വണ്ടിയില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം തന്നെ ആണെന്ന് തോന്നുന്നു എനിക്കിത് കണ്ടിട്ട്. ഏകദേശം അതുപോലെ തന്നെ നല്ല സെറ്റാക്കി. അതിൻ്റെ അപ്പുറത്ത് അടുത്തൊരു റെഡ് വണ്ടി, ഇതും കൊള്ളാം സംഭവം. ഇത് നമ്മുടെ പണ്ടിലെ വർണ്ണപ്പായിട്ട് സിനിമയ്ക്കകത്ത് മോഹൻലാൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഏകദേശം അതുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇത് എൻ്റെ ദൈവം, ഇത് കണ്ടോ ഇതിൻ്റെ അകമൊക്കെ. സത്യം പറയാം, ഇഞ്ചൻ ഭാഗം പോലും ഇത്ര സെറ്റപ്പായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. അതുകൊണ്ട് ഇത് അതിനേക്കാൾ ക്യൂട്ടായിട്ടൊരു സാധനം. അതുകൊണ്ട് അടുത്തത് കണ്ട് എനിക്ക് തന്നെ വട്ടായി കേട്ടോ. ഇത് എന്ത് രസമാണെന്ന് നോക്കി. നോക്കി ആ സ്റ്റിയറിങ് കാര്യങ്ങൾ, അതിന് ഇൻറ്റീരിയറിലൊക്കെ അവർ എന്ത് സെറ്റപ്പാണ്. ശരിക്കും പൈസ ഇവിടെ ഒന്നാമത് ഈ അമേരിക്കൻ നമ്മൾ വാഹനങ്ങളുടെ മെയിൻ്റെനൻസിന് നല്ല റേറ്റാണ് കേട്ടോ. ഇവിടെ അറിയാമല്ലോ, ഇവിടെ സാധനങ്ങൾക്കല്ല വില, ലേബർ ചാർജാണ് കൂടുതൽ. ആ സമയത്ത് പോലും ഈ വണ്ടിയൊക്കെ ഇത്ര സെറ്റപ്പായിട്ട് ഇവിടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മില്യനേഴ്സ് ആയിരിക്കണം. കോടീശ്വരന്മാർ അറിയാം. അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കണം ഇവരൊക്കെ കൂടുതൽ. അല്ലെങ്കിൽ ഈ വണ്ടിയൊക്കെ ഇത്ര സെറ്റപ്പായിട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എത്ര രൂപ. നമുക്കെന്ന് അറിയാം, നമ്മുടെ നാട്ടിലെ ഒരു ഒരു വിൻറ്റേജ് പഴയ വണ്ടി എനിക്ക് തന്നെ അറിയാം. എൻ്റെ കോണ്ടസ് കൊണ്ട് നടക്കുമ്പം എനിക്കുണ്ടായ ചിലവുകൾ എന്തായിരുന്നു എന്നുള്ളത്. എൻ്റെ പൊന്നോ ചില്ലറയൊന്നും അല്ല പൈസ. ആ വണ്ടി നമുക്ക് ഉണ്ടാകുന്ന മെയിൻ്റെനൻസ് ചിലവ് ആ സമയത്ത് ഇതിൻ്റെയൊക്കെ കാര്യം പറയണോ. 1953 മോഡൽ MGയുടെ വണ്ടി ഇതന്നെ കണ്ടോ. അതിൻ്റെ അകവും ഏകദേശമൊക്കെ വുഡ് ഫിനിഷിംഗ് ആണ്. മേളിൽ ഇരിക്കുന്നത് വൈപ്പറിൻ്റെ മോട്ടറാണ് ഇരിക്കുന്നത്. വൈപ്പറിൻ്റെ മോട്ടർ, അത് മേളിൽ നിന്നുള്ള വൈപ്പറാണ് അത് ഇരിക്കുന്നത്. ആ വൈപ്പറിൻ്റെ മോട്ടറാണ് ഇത് കണ്ടില്ലേ, നമ്മുടെ പണ്ടത്തെ വില്ലന്മാരൊക്കെ നടക്കുന്നുണ്ട് തുരുമ്പ് സ്റ്റൈൽ. തുരുമ്പൊന്നും അല്ലേ വണ്ടി, പക്ഷേ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ തുരുമ്പ് ഒരു സെറ്റപ്പിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നു. ഇതിൻ്റെ അകമൊക്കെയാണ് ഈ കാണുന്നത്. അതിൻ്റെ അകമൊന്നും വലിയ സെറ്റപ്പായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. ഇത് ഷെവർലെറ്റിൻ്റെ ഒരു മോഡലാണ് വണ്ടി. ഇത് നമ്പർ നമ്മുടെ നാട്ടിലൂടെ വിൻറ്റേജ് വണ്ടി വഴി കിടക്കുന്നതുകൊണ്ട് ഇതൊന്നും കിടക്കത്തില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് ഈ കാണുന്നതല്ല. അതിൻ്റെ ബാക്കിലൊക്കെ ഇച്ചിരി തുരുമ്പ് പ്രശ്നങ്ങൾ ബോഡിയിലൊക്കെ ഇച്ചിരി കാണുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഈ സാധനം നോക്കി, വാവ്. ഈ വണ്ടി വിൽക്കാനാണ് കേട്ടോ, ഫോർ സെയിൽ എന്ന് അവിടെ എഴുതിയിട്ടേക്കൊണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ റേറ്റ് എന്തുവാണെന്നും. ഈ വണ്ടി ഒരു സെയിലിനാണ്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം $54,500.
$54,500. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 45 ലക്ഷത്തിന് മേളിൽ ആണ് ഈ വണ്ടിയുടെ വില ചോദിക്കുന്നത്. 45 ലക്ഷത്തിന് മേളിൽ. അപ്പോൾ ആ വണ്ടി സെയിലിനാണ്. അപ്പോൾ ബാക്കിയുള്ള വണ്ടിയുടെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഇത് നമ്മുടെ BMW ഒരു പഴയ മോഡൽ വണ്ടിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പലരും ഈ സാധനം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പല കാറിലും പലരുടെ കയ്യിലും ആ മോഡൽ വണ്ടിയൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി പിന്നെ ഈ കിടക്കുന്നതൊക്കെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്നും അത് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻ തന്നെയാണ് കൂടുതൽ. ഇത് ഇത്തിരി തീരെ കുഞ്ഞനൊരു വണ്ടിയാണ് ഇത്. നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. തീരെ കുഞ്ഞനൊരു വണ്ടി, കൊച്ചൊരു വണ്ടി ഇത്. അതിൻ്റെ അകമാണ് നമ്മൾ ഈ കാണുന്നത്. അകമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു മോഡൽ. ഞാൻ ഒരു കാര്യം കൂടെ, ഞാൻ എൻ്റെ ഈ അവതരണത്തിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കേണ്ടതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒന്നുകൊണ്ട് കമൻറ്റൊക്കെ കണ്ടു, അവതരണമൊക്കെ ഇച്ചിരി മോശം ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം വല്ലതുകൊണ്ട് ദയവായിട്ട് എന്നെ ഒന്ന് അറിയിച്ചേക്കാം. ഞാൻ പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതി നിങ്ങളോട് അങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടും അങ്ങ് സംസാരിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒളിയും മറിയൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ അറിയിക്കാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ ഇത് വേറൊരു മോഡലൊരു സാധനം നമ്മൾ മുമ്പേ കണ്ട തന്നെ, അതിൻ്റെ തന്നെ വേറൊരു കളറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ മോഡലുള്ള വണ്ടികൾ ഏകദേശമൊക്കെ ഇവർ ഏകദേശമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ഈ വണ്ടിക്കൊക്കെ വലിയ വിലക്കുറവാക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. എവിടെ ഒരു രക്ഷയില്ല. ലക്ഷങ്ങൾ ഇതൊന്നും വേണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ. പിന്നെ അത് കൂടാതെ പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വെറൈറ്റി പെയിൻറ്റും ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവർ ഇത്ര ബെറ്ററായിട്ടൊക്കെ എങ്ങനെ ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കും അല്ലേ? സാധനങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ ഇത്ര ബെസ്റ്റ് സ്റ്റൈലായിട്ട് ഇവർ ഈ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുക എൻ്റെ കണ്ണിലുടക്കിയ അടുത്തൊരു സാധനമാണ് ദേ ഈ കിടക്കുന്നത്. ഇതും നല്ല രസമുണ്ട് ഈ വണ്ടി കാണാനായിട്ട് കേട്ടോ. ഇത് ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. സംഭവം കൊള്ളാം. ഇത് നല്ല പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലൊരു നല്ല പൊക്കം. നമ്മുടെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, ട്രക്ക് എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പിക്കപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും വെച്ച് നല്ല പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു ഡോഡ്ജിൻ്റെ ഒരു ട്രക്ക് ടൈപ്പുള്ളൊരു വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം കൊള്ളാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സംഭവങ്ങൾ. അതുപോലെ തന്നെ വേറൊരു മോഡൽ ഇപ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ അത് വലിയ മെയിൻറ്റെയിൻ അല്ല. ഇവിടെ ഞാൻ വേറൊരു നമ്മുടെ നാട്ടിലെ മിനി വാൻ എന്നൊക്കെ പറയത്തില്ലേ, അതുകൂട്ടൊരു സംഭവം ഞാൻ ഇതിൻ്റെ ആകം നിങ്ങളെന്ന് കാണിക്കാം. ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ആകം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ആകം എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടോ. അത് ഇപ്പോഴും ഇവിടെ ഓടുന്ന വണ്ടി ഏകദേശമൊക്കെ ഇത് കൂട്ടാ. ഈ വലിയ ഡാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുന്നിടത്ത് മാത്രമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പുറത്തൊക്കെ അതുപോലെ നമുക്ക് ഫ്രീ ആയിരിക്കും. ഇവിടുത്തെ ഈ ആമസോണിൻ്റെ ആയാലും ബാക്കിയുള്ള വണ്ടികളൊക്കെ ആയാലും വാനൊക്കെ ആയാലും ഏകദേശമൊക്കെ ഇത് കൂട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലോട്ട് വലിയ ഡാഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമായിരിക്കും അതിൻ്റെ മീറ്റർ കണക്ഷനുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ബാക്കിയൊന്നും ഫ്രീ ആയിരിക്കും. നമ്മൾ മീൻസ് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളത് ഫ്രീ ആയിരിക്കും. വലിയ ഇതൊന്നും കാണത്തില്ല. ആ ഒരു വണ്ടി കാണാൻ നല്ല രസമൊക്കെ ആയിരുന്നു.
ഈ സംഭവം നമ്മുടെ ട്രക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പൊക്കി വെച്ചതുകൊണ്ട് എൻ്റെ അമ്മ ഈ ടയറിൻ്റെ വീതി കണ്ടോ ദേ എൻ്റെ കൈ ഇരുന്നിട്ട് പിന്നെയും കിടക്കും ആ ടയറിൻ്റെ ഒരു വീതി ആ ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക് പൊങ്ങി വരുന്നുണ്ട് അകത്തോട്ട് ആ ലൈറ്റൊക്കെ ഇരിക്കും നിങ്ങൾ കണ്ടില്ലേ ലൈറ്റൊക്കെ ഇരിക്കുന്ന ഓട്ടോമാറ്റിക് ഓണാക്കുമ്പോൾ പൊങ്ങി വരുന്ന ടൈപ്പാന്ന് തോന്നുന്നു ഈ വണ്ടി എന്തായാലും സംഭവം കൊള്ളാം അതിൻ്റെ ചുറ്റിനും കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ ടയറൊക്കെ നോക്കിയാണ്ട് അവരും അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഓണർ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടൊക്കെ വൃത്തിയാക്കുന്നു ദേ ഇത് കണ്ടോ എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് വലിയ ഭീമൻ ടയറൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് കണ്ടായിട്ടുള്ള ഒരു അത്ഭുതം ഇത് കണ്ടോ ആ വണ്ടിക്ക് കുഞ്ഞൻ ടയർ അതിൻ്റെ ഇഞ്ചിൻ്റെ അകമൊക്കെയാണ് ഇതിൻ്റെ നിങ്ങൾ കണ്ടില്ല ഇഞ്ചിൻ്റെ അകം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മെയിൻ മോഡിഫിക്കേഷൻ ഇഞ്ചിനകത്താണ് നടക്കുന്നത് നോക്കി കുഞ്ഞൻ ടയർ തീരെ പൊക്കമില്ലാത്ത ടയർ ബാക്കി എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിട്ട് വലിയ ടയറൊക്കെ കയറ്റിയ സമയത്ത് തികച്ചും വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വണ്ടി അപ്പോൾ ഈ സ്റ്റിയറിങ്ങും കണ്ടോ വോ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കണ്ടോ ഇതിനകത്തൊക്കെ എന്തോ ഒത്തിരി സ്വിച്ച് കാര്യങ്ങൾ ഇത് എന്തൊക്കെ ആണോ ഇതെന്തോ ഇത് ഒരു ഫ്ലൈറ്റിനകത്തെ ഒരു സെറ്റപ്പ് കൂടുണ്ട് ഹെലികോപ്റ്ററിനകത്തൊക്കെ ഒരു സെറ്റപ്പ് കൂടുണ്ട് എനിക്കൊന്ന് ഇത് രണ്ടും ഒരാടെ വണ്ടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ടയർ രണ്ടും ഏകദേശം അങ്ങനെയാണ് ചെയ്തിട്ടേക്കുന്നത് അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്തിപ്പോൾ ഒരാടെ വണ്ടി അതിൻ്റെ ബാക്കിൽ അതിൻ്റെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടേക്കുന്നത് എന്തോ സംഭവം എന്നുള്ളത് എനിക്ക് പിടുത്തമൊന്നും കിട്ടുന്നില്ല എന്തായാലും സംഭവം കൊള്ളാം ഇതേണ്ട അടുത്തൊരു കുഞ്ഞൻ നൈറ്റ് ഇത് കണ്ടോ അടുത്തൊരു കുഞ്ഞിനായിട്ട് വേണം അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളൊക്കെ 1957 മോഡൽ BMW ആണ് കേട്ടോ 1957 മോഡൽ BMW ആണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൻ്റെ പുറകിൽ എഴുതി വെച്ചേപ്പുണ്ട് ഇത് പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ ഒരു വണ്ടിയാണ് നമുക്കത് ഇവിടെ നോക്കാം ഇത് നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നാണ് അകത്തേക്ക് കയറുന്നത് ഇത് നോക്കിയേ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് അതുകൊണ്ട് അവിടെ ഒരു സ്റ്റിയറിങ് നമുക്ക് കാണാം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കണക്ഷനും കാര്യങ്ങളും ഒന്നും അതിനകത്ത് നമ്മൾ കാണുന്നില്ല അതിനകത്ത് 2 പേർക്ക് ഇരിക്കാം നോക്കി ഇരിക്കുന്ന നിൽക്കുന്ന അദ്ദേഹമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഓണർ എന്നുള്ളതും ഇത് നമ്മുടെ ബെൻസിൻ്റെ പഴയ മോഡൽ ഇതൊക്കെ നമ്മൾ കുറേ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളൊരു മോഡൽ ബെൻസിൻ്റെ പഴയൊരു മോഡലാണ് നമ്മൾ കണ്ടത് ഈ കിടക്കുന്ന സാധനം നമ്മൾ ഏതൊരു സിനിമയ്ക്കകത്തൊക്കെ കണ്ടുകൊണ്ടിട്ടുണ്ട് ഫ്രണ്ടിൽ നീരാളികളുടെ കൈയൊക്കെ കൂട്ടി ഇങ്ങനെ വന്ന് സിനിമയാണോ കാർട്ടൂണാണോ ഞാൻ ഓർക്കുന്നില്ല നമ്മൾ ഏതോ ഒരു കണ്ടുകൂട്ട് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് ഈ സാധനമൊക്കെ കണ്ടിട്ട് നോക്കി ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഇത് ആഫ്റ്റർ മാർക്കറ്റാണ് ഇവർ ചെയ്യുന്നതാണോ അതോ ഇതിൻ്റെ തന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റീൽ ക്രോമൊക്കെ ചെയ്യുന്നതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും അതും ഒരു വെറൈറ്റി ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനെ കാണുന്ന ഷെവർലെറ്റിൻ്റെ വണ്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെ ഷെവർലെറ്റിൻ്റെ വണ്ടിയൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ ഇവിടെ ഷെവർലെറ്റിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ ഷെവർലെറ്റിൻ്റെ വലിയ വാല്യൂ ഒന്നുമില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം ഷെവർലെറ്റിൻ്റെ വണ്ടികൾക്കൊക്കെ വാല്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് ഇവരൊക്കെ ഇവിടുത്തുകാരൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ കൂടുതലും കൊണ്ടു നടക്കുന്നത് ഈ ഷെവർലെറ്റ് നമ്മുടെ നാട്ടിലെ മാരുതി സുസുക്കി ജിപ്സിയുടെ അതേ സാധനമാണ് ഈ കിടക്കുന്നത് കണ്ടോ സെയിം സാധനം തന്നെ പക്ഷേ ഇനി ഇച്ചിരി ലെങ്ത് കുറവുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടോ കറക്റ്റ് ജിപ്സി തന്നെ സാമുറായി ഇതൊക്കെ ഇവിടെ എഴുതിയൊക്കെ വെച്ചേക്കുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഏകദേശം കണ്ടാ സുസുക്കിയുടെ പഴയ നമ്മുടെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒത്തിരി പട്ടിയുള്ള വീട്ടിലെന്നുണ്ട് ഇഷ്ടം പോലെ പട്ടിയുടെ രോമങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ കറക്റ്റ് ജിപ്സി പക്ക ജിപ്സി ഇതേ നോക്കി ഏകദേശമൊക്കെ ഇച്ചിരി സൈസ് ചെറുതാണെന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ കറക്റ്റ് ജിപ്സിയുടെ ഒരു ലുക്കാണ് ഈ കാണുന്നത് പിന്നെ അഡാറ് ലുക്കി കിടക്കുന്ന ഒരു സാധനമാണ് ഈ കിടക്കാണ് അതിൻ്റെ ലൈറ്റൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത് ആ ലുക്ക് ഒന്നും പറയാനില്ല അടിപൊളി ഒരു സാധനം ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകമൊക്കെ നോക്കി ആള് ചില്ലറ ആളൊന്നുമല്ല സാധനം ഈ കിടക്കുന്നത് റോൾസ് റോയ്സ് ആണ് അല്ലേ റോൾസ് റോയ്സിൻ്റെ പഴയ ഒരു മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കിടക്കുന്ന കണ്ടിട്ട് വേണ്ട അത് നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകമൊക്കെ കണ്ടോ ഒന്ന് നോക്കി ഇതിൻ്റെ അകം ഏകദേശമൊക്കെ ഒരു വുഡ് ഫിനിഷിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നത് ഇത് ഭയങ്കര ലെങ്ത് ഈ വണ്ടി ഇതെന്താ ഇത്ര ലെങ്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇതിൻ്റെ ബാക്കിൽ സീറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും കാണുന്നില്ല പക്ഷേ ഈ വണ്ടിയെ പറ്റിയുള്ള നല്ലൊരു വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ ബാക്കിൽ ഒരു ഡിസ്പ്ലേ പോലെയൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതെന്താ ഇത്ര നീളം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക എന്താണെന്നുള്ളത് പക്ഷെ നല്ല നീളവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ വണ്ടി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഇതും ഏകദേശം ഒരു റെഡ് കളർ വണ്ടിയാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇത് ഏതാണെന്നുള്ളത്
ഇച്ചിരി ചെറുപ്പമാണ്, പക്ഷേ എന്നാലും കാണാൻ നല്ല മസ്കുലർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇത് നല്ല ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ സീറ്റൊക്കെ നല്ല സെറ്റപ്പാണ്. ഞാൻ പിന്നെ എല്ലാ വണ്ടിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ സീറ്റൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയുള്ള സീറ്റൊന്നും ഞാൻ ഒരു വണ്ടിയിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നമ്മളെ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിലാണ് നമ്മുടെ ബലം മുഴുവൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും മറക്കേ വേണ്ട, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. അപ്പോൾ ഓക്കെ. എല്ലാവരും വണ്ടിയൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടൊരു സാധനം കണ്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. എന്നാൽ വിൻറ്റേജ് വണ്ടിയാണ്. ഇനി പണി നടക്കുവാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ആ ഒരു ഷേപ്പിൽ അതങ്ങനെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ കാഴ്ചകൾ ഏകദേശമൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇതെല്ലാം ഇതിന് ഫുള്ളാണ് പോലീസിൻ്റെ ബസ്സൊക്കെയാണ് ഈ വന്ന് കിടക്കുന്നത്. കണ്ടോ, ഈ കിടക്കുന്ന പോലീസ് ജീപ്പ് കണ്ടോ, അവിടെ പോലീസ് ജീപ്പ് കിടപ്പുണ്ട്. ഇതെല്ലാം ഇതിനൊരു സപ്പോർട്ടായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ ഇവർ വന്ന് കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലും ദൈവത്തെ ഓർത്ത് ഈ വണ്ടികളുടെ ഈ നിയമങ്ങളെല്ലാം ഒന്ന് മാറ്റി ജസ്റ്റ് ഒരു സൺഫിലിം ഒട്ടിച്ചെന്നും പറഞ്ഞാൽ എല്ലാവരും തീവ്രവാദിയൊന്നും ആകാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനും ഒരു കോയിന് രണ്ട് സൈഡുള്ളതുപോലെ എല്ലാത്തിനും ഉണ്ട് രണ്ട് വശങ്ങൾ. അണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഫ്രണ്ടിൽ 2 വീല്, ബാക്കിൽ 1 വീല്. സംഭവം എന്തായാലും കൊള്ളാൻ പറയാം. പക്ഷേ ഇത് വിൻറ്റേജ് ഒന്നുമല്ല കേട്ടോ, ഇത് ന്യൂജൻ ആൾ തന്നെയാണ് ഈ കിടക്കുന്നത്, വിൻറ്റേജ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ട് തന്നെ എല്ലാ നാണയത്തിനും 2 വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചീത്ത വശവും നല്ല വശമില്ല. അന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ അങ്ങ് ബാൻ ചെയ്യണോ നമ്മൾ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഉണ്ടായി വരട്ടെ, അതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് വിൻറ്റേജ് ആണെന്ന് തോന്നും. ഇത് ഞാനിപ്പം അവിടെ നിന്നപ്പോൾ കണ്ടൊരു വെറൈറ്റി, ഒരു ചെറിയൊരു ഐറ്റം വണ്ടിയാണ്. ഇത് സംഭവം എന്തായാലും കൊള്ളാൻ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ട് അത് കാണാനായിട്ട് കേട്ടോ. അതും കണ്ടുകൊണ്ട് ചുറ്റിനും കുറച്ച് പേരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് അത് കാണാനായിട്ട്. സംഭവം ഇതും വലിയ വലിപ്പമൊന്നുമില്ല, തീരെ ചെറുതാണ്. ഫ്രണ്ട് ഡബിൾ ഡോർ വണ്ടി, 3 ഡോർ, ബാക്കും കൂടെ കൂട്ടി 3 ഡോർ വണ്ടിയാണ് ഇത്. പക്ഷേ ഇൻറ്റീരിയർ കാണാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇൻറ്റീരിയർ കാണിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ഞാൻ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ ബലം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.